റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കുതിരാനിൽ കാട്ടാന ശല്യം തടയാൻ പ്രത്യേക ദൌത്യവുമായി വനം വകുപ്പ്. കുങ്കിയാനകളെ എത്തിച്ച ഒറ്റയാനെ കാടുകടത്തി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളുട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു. കിള്ളിമംഗലം ഉതുവടിയിൽ കാർ കടയിലേക്ക് ഇടിച്ചു കയറി കടയുടമ മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ചാവക്കാട് മുല്ലത്തറ വോൾഗ റോഡിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകാതെ ഗതാഗതവും കുടിവെള്ള വിതരണവും തടസ്സപ്പെടുത്തി പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കുതിരാനിൽ കാട്ടാന ശല്യം തടയാൻ പ്രത്യേക ദൌത്യവുമായി വനം വകുപ്പ്. കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ കാടുകടത്തി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ 2 ആഴ്ചയായി കുതിരാൻ ഇരുമ്പുപാലത്തിന് സമീപം ഭീതി പരത്തിയ ഒറ്റയാനയാണ് 2 ദിവസം മുൻപ് വനം വകുപ്പ് വാച്ചറെ ആക്രമിക്കുകയും ഫോറസ്റ്റ് ജീപ്പ് തകർക്കുകയും ചെയ്തത്. കുതിരാനിൽ ഭീതി പരത്തി നടക്കുന്ന ഒറ്റയാനയെ കുങ്കിയാനകളെ എത്തിച്ച് വരുതിയിലാക്കി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ ഇത് സംരക്ഷിക്കുന്നതിന് ഒരു ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് IIT അതിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം കുറച്ച് സമയമെടുക്കും. ടെൻഡർ ചെയ്ത് അങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, ആ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി അത് നല്ല ഒരു ആശ്വാസം ഈ പ്രദേശക്കാർക്ക് കിട്ടുമെന്നാണ് കരുതുന്നത്. പിന്നെ ഇപ്പോൾ ഉണ്ടായ കാര്യത്തിൽ നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതിന് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കും, പെട്രോളിംഗ് ശക്തിപ്പെടുത്തും. വേണ്ടിവന്നാൽ മയക്കുവെടി വെച്ച് പിടിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച നിർദ്ദേശം DFOക്ക് നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. ആനയെ കണ്ടെത്തുന്നതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രി സ്ഥലം സന്ദർശിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തിയ ശേഷമാണ് മന്ത്രിയുടെ സന്ദർശനം. ആനയെ എത്രയും വേഗം പിടികൂടണമെന്നും പ്രദേശത്ത് കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ ആവശ്യങ്ങൾ കേട്ട മന്ത്രി പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി. ദൈനംദിനമായ ഒരു പരിശോധനയോ ഒരു ആലോചനയോ നമുക്ക് നടത്തുന്ന ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ പോലീസിൻ്റെ സഹായം കൂടി തരാൻ പറ്റും. ഇനി നമുക്ക് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ 15 ആനകളെ അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമങ്ങളും പറയാൻ ഇപ്പോൾ നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ ഒറ്റയാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താ ചെയ്യുക? ഒറ്റയാന ഇതിൻ്റെ പിടിക്കാനേ പറ്റില്ല. അപ്പോൾ അതിനാണ് കുങ്കിയാനെ ആവശ്യമുണ്ടെങ്കിൽ കുങ്കിയാനെ കൊണ്ടുവരുന്നുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവരുടെയൊക്കെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ നിലവിൽ ഗവൺമെൻറ്റിന് ചെയ്തു കൊടുക്കാൻ കഴിയുക, അതിലൊക്കെ ഒരു പോരായ്മ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കൂടുതൽ എന്താണ് വേണ്ടത്? ഈ 2 ഘട്ടങ്ങളിലായി ഇതിന് പരിഹാരം കാണാൻ. അതേസമയം ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തായിരിക്കും വനം വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളുട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെള്ളാങ്ങല്ലൂർ തൈപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള റിസാലാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന തളിക്കുളം പണിക്ക് വീട്ടിൽ ഷാഹിദിനെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മാളുട്ടി വളവിൽ റോഡരികിലെ തെങ്ങിൻ പറമ്പിലെ 4 അടിയോളം താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. തെങ്ങിൽ ഇടിച്ച് 10 മീറ്ററോളം ദൂരേക്ക് ബൈക്ക് തെറിച്ചു വീണു. കിള്ളിമംഗലം ഉതുവടിക്ക് സമീപം അമിത വേഗതയിൽ വന്ന കാർ കടയിലേക്ക് ഇടിച്ചു കയറി കടയുടമ മരിച്ചു. കിള്ളിമംഗലം സ്വദേശി രമേശാണ് മരിച്ചത്. ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് വഴിയോരത്ത് കച്ചവടം നടത്തിയിരുന്ന രമേശിന്റെ കടയിലേക്ക് ഇടിച്ചു കയറിയത്.
വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുദ്ധരിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റത്തിനായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് സംഭവം. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ബിന്ദുവും അരവിന്ദാക്ഷനും വെള്ളത്തിൽ മുങ്ങി. തുടർന്ന് അരവിന്ദാക്ഷൻ വാഹനത്തിന്റെ ഡോർ തുറന്ന് ആദ്യം പുറത്തുവന്നു. പിന്നാലെ ബിന്ദുവും പുറത്തെത്തി. കരയിലുണ്ടായിരുന്ന നാട്ടുകാർ ഇരുവരെയും വലിച്ചു കയറ്റി. സംഭവം പറഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വെള്ളത്തിൽ മുങ്ങിയ വാഹനം നാട്ടുകാർ കയർ കെട്ടി പുറത്തെടുത്തു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. അടഞ്ഞുകിടക്കുന്ന വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഹരിദാസ് നഗറിൽ ചിറ്റിലടത്ത് സതീഷ് കുമാറിനാണ് കടിയേറ്റത്. താമരയൂർ പൂങ്കാവനം റോഡിൽ പെലക്കാട്ട് മഞ്ജുവിന്റെ വീട് വൃത്തിയാക്കാനെത്തിയപ്പോഴാണ് സംഭവം. പ്രസവിച്ചു കിടക്കുകയായിരുന്ന പട്ടി ഓടിയെത്തി കാലിൽ കടിക്കുകയായിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം തൈക്കാട് മേഖലയിൽ 25ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ചാവക്കാട് മുല്ലത്തറ വോൾഗ റോഡിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഗതാഗതവും കുടിവെള്ളവും തടസ്സപ്പെടുത്തി പ്രതിഷേധവുമായി നാട്ടുകാർ. പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനു വേണ്ടി 50ഓളം വീടുകളിലേക്കുള്ള വഴിയും കുടിവെള്ള വിതരണവുമാണ് തടസ്സപ്പെടുത്തിയത്. ഇതേ തുടർന്ന് നാട്ടുകാർ ദേശീയപാത കമ്പനിയുടെ വാഹനങ്ങൾ തടഞ്ഞു. ഗതാഗതത്തിനും കുടിവെള്ളത്തിനും മറ്റു മാർഗം ഏർപ്പെടുത്താതെയാണ് ഇവിടെ വഴി പൊളിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് കടക്കുവാൻ വഴിയില്ലാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് പണിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന കുടിവെള്ളത്തിന്റെ പൈപ്പും പിന്നെ അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിച്ചുകൊണ്ട് അവരിങ്ങനെ പണി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഈ സർവീസ് റോഡിന്റെ ഭാഗം ശരിയാക്കി തരാം. ഇതിവിടെ അപ്പുറത്ത് കനോലിക്കാനാലാണ് ഉപ്പുവെള്ളമാണ് കിട്ടുന്നത്. കുടിവെള്ളം കിട്ടുന്നത് നമ്മുടെ പൈപ്പിൽ കൂടെയാണ് കിട്ടുന്നത്. ആ വെള്ളം ഇപ്പോൾ കിട്ടാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭാഗം ഒന്ന് സഞ്ചാരയോഗ്യമാക്കി തരുകയും ഈ കുടിവെള്ളത്തിന്റെ പൈപ്പ് ഒന്ന് ശരിയാക്കി തരുകയും ചെയ്യണം. ഇപ്പോൾ രാവിലെ പോയ കുട്ടികൾ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ വീടുകളിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികൾക്ക് വണ്ടികളിലൊക്കെ പോയിട്ടുള്ള കുട്ടികളൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കനോലി കനാലിന്റെ തീരത്തായതിനാൽ നഗരസഭയുടെ കുടിവെള്ള വിതരണ പൈപ്പാണ് ഇവിടെ ആശ്രയം. സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പണി പൂർത്തീകരിക്കാത്തതിനാൽ സഞ്ചാരയോഗ്യമല്ല. ബദൽ സംവിധാനം ഒരുക്കാതെ വഴിയും കുടിവെള്ളവും മുടക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ സൂചനാ സമരം നടത്തി. പുതുക്കാട് മണ്ഡലത്തിലെ യാത്രക്കാർക്ക് പുറമെ ചേർപ്പ്, മാപ്രാണം മേഖലയിലെ യാത്രക്കാർക്കും പ്രയോജനപ്പെടുന്ന ട്രെയിനിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും നിവേദനം നൽകിയിട്ടും സ്റ്റോപ്പ് അനുവദിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. PG മോഹനൻ, വർഗീസ് തെക്കേത്തല, അരുൺ ലോഹിതാക്ഷൻ, V വിജിൻ വേണു എന്നിവർ നേതൃത്വം നൽകി. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ NK കബീറിനെതിരെ CPM ആരോപണം. ലൈഫ് ഭവന നിർമ്മാണം പദ്ധതി വഴി 2017 ലഭിച്ച വീടിന്റെ രേഖകൾ ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ തട്ടാൻ ശ്രമിച്ചതായാണ് ആരോപണം.
ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട് 12 വർഷം കൈമാറ്റം ചെയ്യുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യരുതെന്നാണ് നിയമം. ഈ വ്യവസ്ഥ ലംഘിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനു വേണ്ടി വ്യാജ വാടക കരാർ ഉണ്ടാക്കിയെന്ന് CPM ആരോപിച്ചു. കൂടാതെ BPL റേഷൻ കാർഡ് നേടുന്നതിന് സാക്ഷ്യപത്രം നൽകിയതായും പരാതി ഉയർന്നു. ബഹുനില വീട്ടിൽ താമസിക്കുന്ന വാർഡ് കോൺഗ്രസ് പ്രസിഡന്റിന് NK കബീർ ലൈഫ് വീട് ഉപയോഗിച്ച് വ്യാജരേഖയുണ്ടാക്കി BPL കാർഡ് ലഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കുകയായിരുന്നു. കരിയന്നൂരിൽ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള ജനസേവന കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള വ്യാജരേഖ നിർമ്മാണം നടന്നതെന്ന് CPM ആരോപിച്ചു. അനധികൃതമായി നിർമ്മിച്ച റേഷൻ കാർഡുകളും അനുബന്ധ രേഖകളും പരിശോധിച്ച് ശക്തമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണമെന്ന് CPM എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. MS സിദ്ധൻ, S ബസന്തലാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ M നന്ദീഷ്, PC അബാൽമണി എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി പഞ്ചായത്ത് മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ NK കബീർ ലൈഫ് പദ്ധതിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ആനുകൂല്യങ്ങൾ തട്ടാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM പ്രകടനം നടത്തി. എരുമപ്പെട്ടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കരിയന്നൂരിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷനായി. KM അഷ്റഫ്, കുഞ്ഞുമോൻ കരിയന്നൂർ, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ പലാട്ടുമുറിയിൽ യുവാവിന് കുത്തേറ്റു. കാട്ടകാമ്പാൽ പലാട്ടുമുറി സ്വദേശി ഷിജുവിനാണ് കുത്തേറ്റത്. സുഹൃത്തുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് കുത്തേറ്റത്. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടത്തിനടുത്ത് കനോലി കനാലിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട സ്വദേശി കൈമാപ്പറമ്പിൽ 65 വയസ്സുള്ള അജയനാണ് മരിച്ചത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വെങ്കിടങ്ങ് മേച്ചേരിപ്പടി തണ്ടഴിപ്പാടം വയൽദേവി ക്ഷേത്രത്തിന്റെ കൽവിളക്ക് മറിഞ്ഞു വീണ നിലയിൽ. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഗ്രൌണ്ടിന് സമീപത്തുള്ള ക്ഷേത്രത്തിലെ കൽവിളക്കാണ് വീണ നിലയിൽ കണ്ടത്. മാസങ്ങൾക്ക് മുൻപ് കൽവിളക്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചതായി കണ്ടിരുന്നു. പാവർട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ്, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈജൻ നമ്പനത്ത്, വിജയൻ അപ്പനാത്ത്, AB സ്മിഗേഷ്, PV സതീഷ് എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധമറിയിച്ചു. സാമൂഹ്യ ദ്രോഹികൾ പോലും ഈ ക്ഷേത്രത്തിനെതിരെ ഏറെ കാലങ്ങളായി നടക്കും. കുറച്ച് നാൾ മുമ്പ് ബിരിയാണി ഈ കൽവിളക്കി കൊണ്ടുവന്നിരിക്കുകയും അന്നൊരു വിവാദം ഉണ്ടായി, പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആചാരവും വിശ്വാസവും തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ട് ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. MLA സേവ്യർ ചിറ്റ്ലപ്പിള്ളി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷയായിരുന്നു. ചിത്രകാരനും ഗായകനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂരിന്റെ ചിത്രം പാട്ടുപാടി വരച്ച് കലോത്സവ കലാദീപം തെളിയിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. 30 കോടി ചെലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ ഭാഗമായി ഗവേണിംഗ് ബോഡിയുടെ നിയമാവലിയെ ചൊല്ലി തർക്കം. ബ്ലോക്ക് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ബ്ലോക്ക് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങളായ പോൾസൺ തെക്കുംപേടിക, സതി സുധീർ, മിനി ഡെന്നി പനോക്കാരൻ എന്നിവർ ഇറങ്ങിപ്പോയി. പദ്ധതിയുടെ നടത്തിപ്പിനായി തയ്യാറാക്കിയ ബൈലോ അംഗീകാരത്തിനെടുത്തപ്പോഴാണ് തർക്കം തുടങ്ങിയത്. ബ്ലോക്ക് പ്രസിഡന്റ്, വർക്ക് സ്പേസ് കെട്ടിടം പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പർ, പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മെമ്പർ എന്നിവരാണ് ഗവേണിംഗ് ബോഡിയിലുള്ളത്. എന്നാൽ നിയമാവലി തിരുത്തണമെന്നും ഗവേണിംഗ് ബോഡിയിൽ മുഴുവൻ ബ്ലോക്ക് മെമ്പർമാരെയും ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം. ഭരണപക്ഷം ഈ ആവശ്യം നിരാകരിച്ചു. തുടർന്ന് ആവശ്യം വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് യോഗം ബഹിഷ്കരിച്ചത്. 1000 പേർക്ക് നേരിട്ടും 500 പേർക്ക് പരോക്ഷമായും തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പിനായി സ്വകാര്യ ഏജൻസി തയ്യാറാക്കുന്ന ബൈലോ പ്രകാരമാണ് ഗവേണിംഗ് ബോഡിയെ നിശ്ചയിച്ചതെന്നും രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും LDF പറയുന്നു. ആരംഭത്തിൽ തന്നെ 1000-ലധികം സ്ത്രീജനങ്ങൾക്ക് നേരിട്ട് ജോലി ലഭിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കരട് ബൈലോ ഇന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തു. അതിൻ്റെ ഉപവകുപ്പിൽ ആ പദ്ധതി നടത്തിപ്പിൻ്റെ മുഴുവൻ കൺട്രോളും
കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കാണ്. എന്നാൽ പദ്ധതി നടത്തിപ്പിനുള്ള ജനറൽ കൌൺസിലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡും CPM കേന്ദ്രമാക്കാനുള്ള നീക്കമാണ് ഭരണസമിതി നടത്തുന്നത് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൊടുത്തിട്ടുള്ള ബൈലോ ഭേദഗതികൾ ഇവിടുത്തെ ഭരണസമിതി LDFന്റെ ഭരണസമിതി തള്ളിക്കളഞ്ഞിരിക്കുക. LDFന്റെ ആ ഭരണസമിതി അത് അവരുടെ ഒരു കേന്ദ്രമായി മാറ്റുന്നതിനുള്ള ഒരു ബൈലോയാണ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. നീഡ്സിന്റെ 18ാം വാർഷികാഘോഷവും കേരളപ്പിറവി ദിനാഘോഷവും ഇരിങ്ങാലക്കുടയിൽ നീഡ്സ് പ്രസിഡന്റും മുൻ സർക്കാർ ചീഫ് വിപ്പുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ R. ജയറാം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ S. ശ്രീകുമാർ, ഗുലാം മുഹമ്മദ്, ബോബി ജോസ്, KP ദേവദാസ്, ആശാലത, PC ജോർജ് എന്നിവർ സംസാരിച്ചു. ബോബി ജോസ്, കലാഭവൻ നൌഷാദ്, ഉണ്ണികൃഷ്ണൻ, PI ഷംസുദ്ദീൻ, മിനു ഷംസുദ്ദീൻ, കാക്കര സുകുമാരൻ, കൃഷ്ണകുമാരി സുകുമാരൻ, അർമാൻ, മിഹിക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന് ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിൽ അരങ്ങുണർന്നു. 13 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 311 ഇനങ്ങളിലായി 7000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കലോത്സവത്തിന് തുടക്കം കുറിച്ച് വലപ്പാട് AO KV അമ്പിളി പതാക ഉയർത്തി. സ്വാഗത സംഘം കമ്മിറ്റി വൈസ് ചെയർമാൻ E. രണദേവ് അധ്യക്ഷനായി. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BK സുരേഷ്, ജനറൽ കൺവീനർ CC ബെസി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, ഫെസ്റ്റ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. BMBC നിലവാരത്തിൽ നവീകരിച്ച തിരുവില്ലാമല പഴമ്പാലക്കോട് റോഡ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. K. രാധാകൃഷ്ണൻ MP നാട് മുറിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ, പഞ്ചായത്ത് അംഗങ്ങളായ KP ഉമാശങ്കർ, R. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ UR പ്രദീപും നടത്തിയ തുടർച്ചയായ ഇടപെടലുകളെ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ശ്രീ UR പ്രദീപ് മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു. കേരള പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു. റോഡ്, പാലം, ബൈപ്പാസ്, ഫ്ലൈ ഓവർ നിർമ്മാണങ്ങളിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വികസന പദ്ധതിയാണ് കഴിഞ്ഞ 9.5 വർഷം നടന്നു വന്നിട്ടുള്ളത്. നവീകരിച്ച കൊണ്ടാഴി പഞ്ചായത്ത് കാരുണ്യ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ അധ്യക്ഷയായിരുന്നു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM അനീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിജു തടത്തിവിള, B. നിഷമോൾ, KK പ്രിയംവദ തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് നമ്മൾ, കഴിവില്ലാത്തവരല്ല. അതുകൊണ്ടാണ് നേരത്തെ ഡിസേബിൾഡ് എന്നാണ് നമ്മളെ വിശേഷിപ്പിച്ചത്. അതായത് കഴിവില്ലാത്തവർ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവർ അല്ല, അംഗവൈകല്യമുള്ളവരല്ല, അവർക്ക് ഡിഫറൻ്റ്ലി ഏബിളാണ്. വ്യത്യസ്ത കഴിവുകൾ ഉള്ളവരാണ് നമ്മുടെ ഇരിക്കുന്ന കുട്ടികൾ. ഡിഫറൻ്റ്ലി ഏബിൾ എന്നാണ് വ്യത്യസ്ത.
കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി വടക്കാഞ്ചേരി ഏരിയ കൺവെൻഷൻ വേലൂരിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി EK കുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കൂട്ടുകര, ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി, തോമസ് ഫ്രാൻസിസ്, ബിന്ദു സജി, TA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഏരിയക്കകത്ത് ഒരു കൺവെൻഷൻ വിളിക്കുമ്പോൾ നമ്മുടെ ഏരിയ വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ്, നമ്മുടെ സംസ്ഥാന നേതാവ് N. സുകുമാരൻ, ജയൻ ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എടക്കഴിയൂർ CD സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച തുടക്കമാകും. 114 സ്കൂളുകളിൽ നിന്നായി 5500ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. 27 വേദികളിലായി 326 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി NK അക്ബർ MLA അറിയിച്ചു. സ്റ്റേജുകൾ കുട്ടികളുടെ കലാപ്രകടനത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നവംബർ മാസം 4-ാം തീയതി 1625 വിദ്യാർത്ഥികളും, നവംബർ 7-ാം തീയതി 1395 വിദ്യാർത്ഥികൾ, 6-ാം തീയതി 2103 വിദ്യാർത്ഥികൾ, 7-ാം തീയതി 936 വിദ്യാർത്ഥികൾ എന്നിങ്ങനെയാണ് മത്സരങ്ങളിലെ പങ്കാളികൾ. 4-ാം തീയതി വൈകിട്ട് 4 മണിക്ക് വിദ്യാർത്ഥികളുടെ റാലിയോടുകൂടിയാണ് കലാമേള ഉദ്ഘാടന സെഷൻ. ബാൻഡ് വാദ്യ മത്സരവും അന്ന് നടന്നു. തുമ്പൂർമുഴി ഇറിഗേഷൻ വലതുകര ജലസേചന പദ്ധതിയിൽ ഇക്കുറി നേരത്തെ വെള്ളം വിടും. നവംബർ പകുതിയോടെ വെള്ളം തുറന്നുവിടാനാണ് ധാരണ. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മെയിൻ കനാൽ ശുചീകരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശുചീകരണം നടത്തുന്നത്. ശരീരത്തിലുടനീളം രക്തക്കുഴലുകളുടെ വീക്കമുണ്ടാകുന്ന രോഗം ബാധിച്ച യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ ഷാർത്താംകുളം ഉത്തമൻ വത്സല ദമ്പതികളുടെ മകൻ 30 വയസ്സുള്ള രാഹുലാണ് ബെഹറ്റ്സ് എന്ന അപൂർവ രോഗം ബാധിച്ച് ദുരിതമനുഭവിക്കുന്നത്. MBA ബിരുദധാരിയായ രാഹുൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അസുഖബാധിതനാകുന്നത്. ഇടയ്ക്കിടെ പനി വരികയും ശരീരത്തിൽ നീരുൾപ്പെടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. എന്നാൽ മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസമാകുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സമാന ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയതോടെയാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത്. ഇവിടത്തെ ശാസ്ത്രീയ പരിശോധനകളിൽ നിന്നാണ് ബെഹറ്റ്സ് എന്ന അപൂർവ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത്. ഒരു ബാസസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസാണ്. അത് ഇന്ത്യയിൽ റയറാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ HLA-B51 പോസിറ്റീവാണ്. അപ്പോൾ കയ്യും കാലും അങ്ങനെ നിൽക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ യൂറിൻ കുടിക്കുന്നതനുസരിച്ച് യൂറിൻ പോകണില്ല, പുറത്തേക്ക് വയറൊന്ന് വീർക്കുക, അങ്ങനെ അത് ഇൻഫെക്ഷനായി. അപ്പോൾ ആൻറ്റിബയോട്ടിക് കുറേ തന്നു, ഒരു ഇതും മാറ്റവും വരുന്നില്ല. ഇപ്പോൾ അവർ പറയണത് ഒരു UDS എന്നുള്ള ടെസ്റ്റ് ഉണ്ട്, 15,000 രൂപ ടെസ്റ്റിന് വരും, അത് ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്നാണ് പറയണത്. എന്നാൽ ഭീമമായ ചികിത്സാ ചെലവ് മൂലം തുടർ ചികിത്സ നാട്ടിൽ മതിയെന്ന് കുടുംബം തീരുമാനിക്കുകയായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ചികിത്സയ്ക്ക് തടസ്സമായി. വീടിന്റെ ലോൺ തിരിച്ചടവ് വൈകിയതോടെ വീടും ജപ്തി ഭീഷണിയിലാണ്. അസുഖബാധിതനായ പിതാവ് ഉത്തമനും ചികിത്സയ്ക്ക് വേണ്ടി പ്രതിമാസം നല്ലൊരു തുക ചെലവ് വരുന്നുണ്ട്. കാലിലും മറ്റും നീര് വന്നതോടെ രാഹുലിന് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്നതിനും കഴിയാതായി. ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് രക്തം വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തുടർച്ചയായ ചികിത്സ നടത്തിയാൽ മാത്രമേ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. പിന്നെ ശരീരമൊക്കെ ഒന്ന് വീർക്കുക, കാല് ഒക്കെ ഭയങ്കരമായിട്ട് നീരൊക്കെ വന്ന്, പിന്നെ യൂറിനിൽ ബ്ലഡ് ഇങ്ങനെ വരാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇരിക്കുക. അപ്പം മെഡിസിന് ആണ് ഏറ്റവും കൂടുതൽ പൈസ ഇപ്പോൾ ചിലവാണ്. പിന്നെ ഈ ടെസ്റ്റുകൾ, പിന്നെ അവിടെ വരെ പോകണ്ടേ. അത് ഇപ്പോൾ 2 പ്രാവശ്യം അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ നമ്മളെ പൈസ ഇതും ഇല്ലാത്തതുകൊണ്ട് ഒരു ഡിസ്ചാർജ് ചെയ്തിട്ട് മറ്റേ ക്യാനിലും ഇതും വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വിടണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്താൽ മതി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ 14 ദിവസം ഇഞ്ചക്ഷൻ ചെയ്തിട്ടും കൗണ്ട് കുറയുന്നില്ല. ബ്ലഡിൽ കൗണ്ട് ഇപ്പോഴും 17,000 18,000
അങ്ങനെയായിട്ട് നിൽക്കുകയാണ്. ഒരു ഇതില്ലെന്ന് പറയണേ. അപ്പോൾ അവർ വേറെ ഓപ്ഷൻസ് ഒന്നും പറയില്ല. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് നോക്കിയിട്ട് പറയാമെന്നാണ് പറയണത്. അവർക്കും മനസ്സിലാവണില്ല എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്നോ കാര്യങ്ങളൊക്കെ. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ E.T. ടൈസൺ MLA ചികിത്സാ സഹായ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കയ്പമംഗലം പഞ്ചായത്ത് അംഗം PA ഇസഹാഖ് ചെയർമാനായും KV പ്രദീപ് കുമാർ കൺവീനറായും KK അബ്ദുൽ നാസർ ട്രഷററായും ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സഹായങ്ങൾ അയക്കേണ്ടത് ഫെഡറൽ ബാങ്ക് 3 പീടിക ബ്രാഞ്ചിന്റെ 150100335771 എന്ന അക്കൗണ്ട് നമ്പറിലേക്കാണ്. TCV ന്യൂസ്, കയ്പമംഗലം. മാള സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായി. കോഴിക്കോട് അതിരൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ബെന്നി ബെഹന്നാൻ MP, ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറമേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ എളിയവരിൽ ഓടി നടക്കുന്ന സൗഹൃദ ഇരിങ്ങാലക്കുട രൂപത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം രൂപതയാണ്. പിതാവായിട്ട് അടുപ്പമുണ്ട്. വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പുനർനിർമ്മിക്കുന്നതിന് 1,22 ലക്ഷം രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്താണ് തുക അനുവദിച്ചത്. റെഗുലേറ്ററുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾക്കായി 13,90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. BJP അഷ്ടമിച്ചിറ ഏരിയ കമ്മിറ്റി നടപ്പാക്കിയ സൌജന്യ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പഞ്ചായത്ത് പരാജയപ്പെട്ടതിനാലാണ് ബദൽ കണ്ടെത്തിയതെന്ന് BJP നേതാക്കൾ അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ നിർവഹിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, വിപിൻ പാറേക്കോട്ടിൽ, അഡ്വക്കേറ്റ് NP സുധീർ, CS അനുമോദ്, ജോയ് മാദ്രപ്പള്ളി എന്നിവർ അറിയിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച മാളയിൽ നടക്കും. വിദ്യാഭ്യാസ അവാർഡ്, ചികിത്സാ ധനസഹായം എന്നിവയുടെ വിതരണവും സമ്മേളനത്തിൽ നടക്കും. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ ഉണ്ടായിരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KM നിരൂപ, സെക്രട്ടറി OJ ജിഷോ, PR പ്രസാദ്, TB മനോജ് എന്നിവർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവ വേദിയിലെ അടുക്കളയിൽ പാലുകാച്ചലും കലവറ നിറയ്ക്കലും നടന്നു. കലോത്സവ വേദിയായ MES ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള SB കൺവെൻഷൻ സെന്ററിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ ഭക്ഷണം ഒരുക്കിയിട്ടുള്ള അയ്യപ്പദാസനാണ് പാചക ചുമതല. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. മൊയ്തീൻകുട്ടി, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ KR രാജേഷ്, കൺവീനർ റഷീദ്, ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉപജില്ലാ കലോത്സവത്തിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാവരും സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ജൂനിയർ വിഭാഗം ഡിസ്കസ് ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടി കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി മുഹമ്മദ് നാഫിഹ്. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ നാഫിഹ് ആദ്യമായി പങ്കെടുത്ത സംസ്ഥാന മത്സരത്തിലാണ് അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. തിണ്ടിക്കൽ നൌഷാദ് ഫൌസിയ ദമ്പതികളുടെ മകനാണ്. സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റ് GB പോളാണ് പരിശീലകൻ. ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന കൈമേളയിലും ഒരു സ്വർണം നേടിയിട്ടുണ്ട്. ഡിസ്കസ് ത്രോയിൽ ഒരു സ്വർണ്ണ മെഡലും ഷോർട്ട് പുട്ടിൽ വെള്ളി മെഡലുമാണ് നേടിയേക്കണേ. നേരത്തെ മത്സരത്തിൽ പങ്കെടുക്കാറില്ല. 6-7 മാസമായി ട്രെയിൻ ചെയ്യണേ. ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സെൻറ്റ് ജോസഫിലെ ഓഫീസ് സ്റ്റാഫായ GB പോൾ ഹൈറ്റുള്ള പണ്ടപ്പോൾ വിളിച്ച് അപ്പോൾ ട്രെയിനിങ്ങിന് പോയി. നാഷണലിലേക്ക് പോകണം. ഈ മാസം 28-ാം തീയതി ട്രെയിനിങ് ഉണ്ട്. ഇപ്പോഴും സാധാരണ പോലെ തന്നെ. ഇനി വാണിജ്യം.
15 വർഷത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യവുമായി കാഴ്ചയുടെ ലോകത്ത് വിശ്വാസത്തിന്റെയും മികവിന്റെയും പുതിയ പര്യായമായി മാറിയ സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ 6ാമത് ശാഖ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച കാഴ്ചയും വിശ്വസ്ത പരിചരണവും എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2010-ൽ ഡോക്ടർ സാം സൈമൺ ആരംഭിച്ച സൈമൺസ് കണ്ണാശുപത്രിയുടെ കാഞ്ഞാണി സെബി ആർക്കേഡിൽ ആരംഭിച്ച 6ാമത് ശാഖയുടെ ആശീർവാദ കർമ്മം കണ്ടശാങ്കടവ് വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ നിർവഹിച്ചു. ആശുപത്രിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. സൈമൺ കണ്ണാശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാം സുബി സൈമൺ അധ്യക്ഷത വഹിച്ചു. മുൻ ലോക്സഭാംഗം TN പ്രതാപൻ, മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വാർഡ് മെമ്പർ കൃഷ്ണേന്ദു ഷിജിത്ത്, സൈമൺ കണ്ണാശുപത്രി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാഹുൽ ചാണ്ടി, മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ് P. ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ മുൻനിര നേത്രാശുപത്രികളിൽ ഒന്നാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ കാഞ്ഞാണിയിൽ ആരംഭിച്ച സൈമൺസ് കണ്ണാശുപത്രി. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും സേവന സന്നദ്ധരായ സ്റ്റാഫിന്റെയും സ്നേഹപൂർവ്വമായ പരിചരണത്തോടെ രോഗികൾക്ക് സമഗ്ര നേത്ര ചികിത്സാ സേവനങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് കാഞ്ഞാണി സെന്ററിലെ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. സമഗ്ര കണ്ണു പരിശോധന, കാറ്ററാക്ട് ആൻഡ് ലാസിക് സർജറി, റെറ്റിന ആൻഡ് ഗ്ലോക്കോമ ക്ലിനിക്, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ എല്ലാവിധ നേത്ര ചികിത്സാ സേവനങ്ങളും സൈമൺസ് ഐ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തെരഞ്ഞെടുക്കുന്ന 50 നിർധനരായ രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും ചെയ്തു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാരെയും വിശിഷ്ടാതിഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0487 299 3299. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കുതിരാനിൽ കാട്ടാന ശല്യം തടയാൻ പ്രത്യേക ദൌത്യവുമായി വനം വകുപ്പ്. കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ കാടുകടത്തി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളുട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. കിള്ളിമംഗലം പുതുവടിയിൽ കാർ കടയിലേക്ക് ഇടിച്ചു കയറി കടയുടമ മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ചാവക്കാട് മുല്ലത്തറ വോൾഗ റോഡിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകാതെ ഗതാഗതവും കുടിവെള്ള വിതരണവും തടസ്സപ്പെടുത്തി. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.